സമയം 10 മണിയായല്ലോ. മോനേഷ് സാർ എന്താ താമസിക്കുന്നത്? 1-ാം തീയതി താമസിക്കണമെങ്കിൽ എന്തെങ്കിലും കാര്യം കാണുമല്ലോ. ഈശ്വര, വന്നല്ലോ. കൃത്യസമയത്ത് എത്തിയത് നന്നായി, അല്ലെങ്കിൽ സർവത്ര അലമ്പായനെ. വരണം സാർ. നമസ്കാരം സാർ. നമസ്കാരം. ശിശുപാലനെന്താ ഇവിടെ കിടന്ന് കിടക്കുന്നത്? അകത്ത് വരെ ജോലിയൊന്നുമില്ലേ? ജോലിയുണ്ട് സാർ, പക്ഷേ ഒരു പക്ഷേയുമില്ല. ഒന്നുമില്ലെങ്കിൽ ഇന്ന് പുതുവർഷം തുടങ്ങിയല്ലേ. ഈ വർഷം മുഴുവൻ ഈ ആഫീസ് ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ളതാണ്. 1-ാം തീയതിയായിട്ട് ഇന്നിവിടെ വരുന്ന സകലരുടെയും സകല പ്രശ്നങ്ങളും നമ്മൾ തീർത്തു കൊടുത്തിരിക്കണം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അകത്തൊരു കുരിശു വന്നിപ്പോണ്ട്. ആര്? സാറിനെ കാണാൻ വന്നതെന്നാ പറഞ്ഞ. എന്നെ കാണാൻ? അതാര്? സാറിന് ആളെ അറിയാം, നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും പറഞ്ഞു കേൾക്കാൻ സാധ്യതയുണ്ടെന്നാ. ഓ, വാഴക്കൊല. വാഴക്കൊല? എനിക്ക് ആളെ മനസ്സിലായി ശിശുപാല. ഇന്ന് ഞാൻ ശരിയായി കൊടുക്കുന്നുണ്ട്. മോഹനേഷെടുത്ത കളി മാറ്. ചേട്ടാ, അതാര്? വാഴക്കുല വാഴക്കുല എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വാഴക്കുല നല്ലത്. നല്ല 1-ാം തരം പഴമല്ലേ വരുന്നത്. പക്ഷേ അതിലൊക്കെ എന്തോ ഹോർമോൺ ചേർക്കുന്നുണ്ടെന്നാ പറയുന്നത്. ഒന്നുമില്ല, അതൊക്കെ ശത്രുക്കൾ വെറുതെ പറയുന്ന. കേരളത്തിലെ വാഴക്കുലയെക്കാളും നല്ല 1-ാം തരം വാഴക്കുലയാ തമിഴ്നാട്ടിലേത്. ഒന്ന് എഴുതേക്കണം. മോഹനേഷ സാർ. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ല. സത്യത്തിൽ ഞാൻ മോഹനേഷനെ കാണാനേ. എന്തിന്? അത് ആഴ്ചയിൽ ഒരിക്കൽ എന്റെ വീട്ടിൽ വാഴക്കുല കൊണ്ടുതരാനോ? വാഴക്കുല എന്തിന്? മിണ്ടരുത്. ഞാൻ സംസാരിക്കുമ്പോ ഇടക്കേറി സംസാരിക്കരുത്. താനെന്താണോ എന്നെ പറ്റി കരുതിയത്? ഒരു വാഴക്കുല തിന്നാൽ ഏത് കടലാസിലും ഒപ്പിട്ട് തരുന്ന ആളാണ് ഞാനെന്ന് കരുതിയോ? മോഹനേഷ, താൻ ഒരുപാട് വില്ലേജ് ഓഫീസർമാരെ കണ്ടിട്ടുണ്ടാവും, പക്ഷേ മോഹനകൃഷ്ണനെ ആ കൂട്ടത്തിൽ പെടുത്തരുത്. മിണ്ടരുത്. എനിക്കറിയാം. ഒറിജിനൽ ആധാരം പണയം വെച്ച് കാശ് കടം വാങ്ങിയിട്ട് അതേ വസ്തു പണയം വെച്ച് വീണ്ടും ലോൺ എടുക്കാനല്ലേ തന്റെ ശ്രമം? അതിനായി ആധാരത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കാണിച്ച് എന്നെ കൊണ്ട് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് 750 രൂപയും ഒരു വാഴക്കുലയും കൈക്കൂലി കൊടുത്ത ആളോട് ഞാൻ പറയുന്നത്. പക്ഷെ തന്റെ പരിപാടി ഇവിടെ നടക്കില്ല. സർക്കാർ സർവീസ് ഞാൻ കയറിയിട്ട് 8 വർഷം കഴിഞ്ഞു. ഇതുവരെ 10 പൈസ കൈക്കൂലി വാങ്ങാത്ത എന്നെ ഒരു വാഴക്കൊല കാണിച്ച് പറ്റിച്ച് കാര്യം സാധിക്കാമെന്ന് ഉത്തമനാണ് പറഞ്ഞതെന്ന് എനിക്കറിയാം. പക്ഷേ നിന്റെ കളി എന്നോട് മിസ്റ്റർ എന്ന് വിളിക്കുന്നോ? ഒന്ന് കേൾക്ക് മിസ്റ്റർ. മിസ്റ്റർന്നോ? ഞാനിപ്പോ പോലീസിനെ വിളിച്ചാട്ടല്ലോ. തന്റെ അവസ്ഥ എന്താവും അറിയാമോ? തന്നെ അവര് പൊക്കിയെടുത്തു പോകും. മോഹനേഷ, തന്നെ കൊണ്ടുപോകാൻ പറ്റില്ലേ? തന്റെ അമ്മായിച്ചിരുന്നല്ലോ ആഭ്യന്തര വകുപ്പിലിരിക്കുന്നത്. ഇനി ഒരു നിമിഷം ഇവിടെ നിന്ന് വാങ്ങുന്ന എന്തെങ്കിലും പറഞ്ഞോണ്ടല്ലോ തന്നെ അകത്താകും. ഞാൻ കൈക്കൂലി വാങ്ങിയെന്ന് പറഞ്ഞ് താൻ നാറ്റിക്കുമല്ലേ? നാറ്റിക്കണോ? താൻ പറഞ്ഞാൽ വിശ്വസിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ നോക്കട്ടെ. പക്ഷേ വില്ലേജ് ഓഫീസർ മോഹനേഷൻ പറഞ്ഞാൽ അത് സകലരും വിശ്വസിക്കും. കാരണം എന്താണ്? ഞാൻ സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്. ഇറങ്ങണോ? ഇറങ്ങ്. എന്നെ പറയാൻ അങ്ങോട്ട് ഇതിന് താൻ അനുഭവിക്കും. എന്തനുഭവിക്കാൻ? ഞാനിപ്പോ ചെയ്തത് ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ അറിയുമ്പോ അവരെനിക്ക് ഇനിയും പ്രൊമോഷൻ തരും. ഈ മോഹനേഷ് സർവീസിലുള്ളപ്പോ ഈ നാട്ടിൽ ഒരു അഴിമതിയും ഞാൻ സമ്മതിക്കില്ല. താൻ പോകുന്നോ അതോ ഞാൻ തല്ലിയിറക്കണോ? മോഹനേഷനാ വില്ലേജ് ഓഫീസിൽ കയറി വന്ന് വില്ലേജ് ഓഫീസർ പേര് വിളിക്കുന്നു. ഇറങ്ങണോ? ഇറങ്ങാൻ. ഇനി തന്നെ ഈ വില്ലേജ് ഓഫീസിന് ഏരിയ കണ്ട അപ്പൊ തന്നെ അറിയും. സഹകരണ ബാങ്കിന്റെ പിറകെ നീ വാഴക്കൊല കച്ചവടം നടത്താൻ എനിക്കത് കാണണം. ഈ ഏരിയ കണ്ടു തന്നെ അങ്ങനത്തോനെ. എന്ത് നിങ്ങളിങ്ങനെ അന്തം വിട്ട് നോക്കുന്നേ? നോക്കൂ ദ്രൗപദി, ഇങ്ങനെ ആയിരിക്കണം നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥർ പെരുമാറേണ്ടത്. ഇങ്ങനെ പെരുമാറിയാലേ നമുക്കൊരു വിലയുണ്ടാവും. ഇങ്ങനെ പെരുമാറിയാൽ ജോലി പോവില്ലേ സാർ? ഇങ്ങനെ പെരുമാറിയില്ലെങ്കിലേ ജോലി പോകൂ. ഉദാഹരണത്തിന് അയാൾ വെച്ച് നീട്ടിയ വാഴക്കുലയും വാങ്ങി 35 സെന്റിന്റെ പൊസഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ സംഭവം കുഴപ്പമാവും, അന്വേഷണം വരും, ജോലി പോവും. അതുകൊണ്ടാണ് രാധാകൃഷ്ണൻ സാർ വാഴക്കുലയും തമ്മിൽ എന്താ ബന്ധം?
സാറേ ആ പോയത് രാധാകൃഷ്ണൻ സാറാ. രാധാകൃഷ്ണൻ സാറാ? അപ്പൊ ഫിലിപ്പോസ്? സാറ് കുറെ നേരമായില്ലേ ഈ പിലിപ്പോസ് പിലിപ്പോസ് എന്ന് പറയുന്നു. ആരാ ഈ പിലിപ്പോസ്? ആ പോയ കള്ളൻ. അയ്യോ അത് പിലിപ്പോസ് അല്ല സാറേ, കളക്ടറേറ്റിലെ സീനിയർ ക്ലർക്ക് രാധാകൃഷ്ണൻ സാറാ. സാറിന് അറിയില്ലേ, കളക്ടർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉദ്യോഗസ്ഥനാ. ഭയങ്കര സ്വാധീനമല്ലേ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ രാധാകൃഷ്ണൻ സാർ ഒരു കാര്യം വിചാരിച്ചാൽ അതേ നടക്കൂ. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ സത്യമാണോ? പിന്നല്ലാതെ. അപ്പൊ ശിശുവല ഫിലിപ്പോസ് ഇവിടെ പോയി? ഇവിടെ ഒരു പിലിപ്പോസും വന്നിട്ടില്ല സാറേ. വന്നിട്ടേ ഇല്ല? ഇല്ല. അതെന്താ വരാത്തെ? സാറേ എന്താ വരാത്തെ? സാറിന് ആള് മാറിപ്പോയാ? ആള് മാറിപ്പോയെന്നാ തോന്നുന്നത്. ആള് സത്യമായിട്ട് മാറിപ്പോയി. നിങ്ങൾ പോയി ജോലി ചെയ്തോളൂ, ഞാൻ പൊയ്ക്കോളാം. ഇനി നിങ്ങൾ പൊയ്ക്കോ. ചേട്ടാ പോയി. എന്തൊക്കെ പുകിലായിരുന്നു. ഞാനൊരു പുതിയ മനുഷ്യനായി. ഇനി ജീവിതത്തിൽ ഒരിക്കലും എടുത്തുചാട്ടം കാണിക്കില്ല. എങ്ങനെയെങ്കിലും ഡിപ്പാർട്ട്മെന്റിലുള്ളവരുടെ ഇഷ്ടം പിടിച്ചു പറ്റും. അത് കഴിഞ്ഞ് തഹസിൽദാരാകും. എന്തായി ഇപ്പോ? അത് പിന്നെ പാമേ, ഞാൻ എടുത്തിയടയാണോ? എന്നെ കൈക്കൂലി നിന്ന് സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോ ഞാൻ പ്രതികരിക്കണ്ടേ? ആര് കൈക്കൂലി നിന്ന് സ്വാധീനിക്കാൻ നോക്കിന്ന? അത് കൈക്കൂലിക്കാരനാണെന്നാണല്ലോ ഞാൻ വിചാരിച്ചത്. അയാൾ കണ്ട ഒരു കള്ളലക്ഷണം ഉണ്ടായിരുന്നു. ശരി, അയാള് കൈക്കൂലിക്കാരനായിരുന്നു എന്ന് തന്നെ വയ്ക്കുക. അപ്പോഴും അയാളെ കൈകാര്യം ചെയ്യേണ്ട രീതി ഇതായിരുന്നോ? ആരാണെന്ന് ചോദിക്കാം, എന്തിനാ വന്നതെന്ന് ചോദിക്കാം. ഇനിയിപ്പോ സംശയം തോന്നിയാൽ പോലീസിനെ വിളിക്കാലോ. അല്ലാതെ നേരെ ഒരാളുടെ നേരെ ചാടിക്കേറുകയാണ് വേണ്ടത്. പറ്റിപ്പോയി. ഇനി പ്രമോഷൻ കിട്ടി തഹസിൽദാരാവുന്നൊക്കെ നോക്കിയിരുന്നു. സസ്പെൻഷൻ കിട്ടുമെന്ന് ഇപ്പൊ എന്റെ പേടി. മോഹനേട്ടൻ ഈ ജന്മം ഈ സ്വഭാവം മാറ്റാൻ പറ്റില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വഴക്ക്. ഇത് മോഹനേട്ടന്റെ ചോരെ കലർന്നിരിക്കുകയല്ലേ. ഇനിയിപ്പോ അതോർത്ത് വിഷമിച്ചിട്ടെന്താ കാര്യം? കളക്ടറെ നേരിൽ കണ്ട് സംഭവിച്ചതൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി നോക്കുക. വേറെ വഴിയില്ലല്ലോ. പുതിയ വർഷമായിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കല്ലേ വില്ലേജ് ഓഫീസറെ? പരിഹാരമില്ലാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമുക്ക് സോൾവ് ചെയ്യാന്നേ. പറ്റിയതോ പറ്റി. ഇനി നിന്നെ കൂടുതൽ വഴക്ക് പറഞ്ഞാൽ എനിക്ക് സങ്കടം വരും കേട്ടോ. ശോടാ, ഞാൻ വഴക്ക് പറഞ്ഞതല്ലല്ലോ, സ്നേഹം കൊണ്ട് പറഞ്ഞതല്ലേ. സാരമില്ല കേട്ടോ, ഒക്കെ ശരിയാവും. എന്നാലും പുതുവർഷത്തിലെ 1-ാം തീയതി ഇങ്ങനെ സംഭവിച്ചു ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ശോ, അത് സാരമില്ലെന്നേ. 1-ാം തീയതി പറ്റിയ അബദ്ധം 2-ാം തീയതി നമുക്ക് തിരുത്താലോ. മതിയല്ലേ? അങ്ങനെ മോഹനകൃഷ്ണന്റെ പുതിയ വർഷത്തിലെ കണക്കുകൂട്ടലുകൾ തുടങ്ങിയിടത്ത് തന്നെ പാളിപ്പോയ സ്ഥിതിക്ക് 2013-ലും മോഹനകൃഷ്ണനെ പഴയതുപോലെ തന്നെ കാണാമെന്ന് ഉറപ്പായി. കലണ്ടറിലെ ഒരക്കം മാറിയതുകൊണ്ട് മാത്രം ഒരാളുടെ സ്വഭാവം മാറാൻ പോകുന്നില്ല എന്ന ഗുണപാഠമാണ് ഇന്ന് പ്രേക്ഷകർക്ക് നൽകാനുള്ളത്. സത്യഭാമയുടെയും മോഹനകൃഷ്ണന്റെയും ജീവിതത്തിലെ കൂടുതൽ നിസ്സാരമായ കാര്യങ്ങളുമായി കാര്യം നിസ്സാരം നാളെ രാത്രി 9 മണിക്ക്.